ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ മേടക്കൂറുകാർക്കുള്ള ഫലമാണ്. മേടക്കൂറ് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാവം കൂടി ചേരുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ചാരവശാൽ മൂന്നാം ഭാവത്തിൽ അനുകൂല സ്ഥാനത്തിൽ നിൽക്കുന്ന ശുക്രനും അനുകൂലമല്ലാത്ത സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴവും, നാലാം ഭാവത്തിൽ അനുകൂല സ്ഥാനം നിൽക്കുന്ന ബുധനും അനുകൂലമല്ലാത്ത സ്ഥാനം നിൽക്കുന്ന സൂര്യനും, അഞ്ചാം ഭാവത്തിൽ അനുകൂലമല്ല വിപരീതമല്ലാത്ത ലെവലിൽ നിൽക്കുന്ന ത്രികോണ സ്ഥാനം നിൽക്കുന്ന കേതു, ആറാം ഭാവത്തിൽ അനുകൂല ഭാവത്ത് നിൽക്കുന്ന ചൊവ്വ, 11 അനുകൂല ഭാവത്ത് നിൽക്കുന്ന രാഹു, 12 അനുകൂലമല്ലാത്ത ഭാവത്ത് നിൽക്കുന്ന ശനി. ഏഴശനിയുടെ തുടക്കമാണ് എന്ന് തന്നെ പറയാം. രാഹു ഇഷ്ടസ്ഥാനത്താണ്, കേതു വലിയ കുഴപ്പമില്ല. 6ൽ നിൽക്കുന്ന ചൊവ്വ വളരെ ഉചിതപരമായിട്ടുള്ളതാണ്. അപ്പോൾ ഗ്രഹസ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ ഇവർക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സമയം തന്നെ. ഏഴത്തിൻ്റെ ദോഷമുണ്ട്, വ്യാഴത്തിൻ്റെ ദോഷമുണ്ട്. അതിനായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ശാസ്താവിന് നീരാഞ്ജന, നെയ്വിളക്ക് എന്നിവ എല്ലാ ശനിയാഴ്ചയും പറ്റാത്ത വർഷം 15-ാം പക്കത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊടുത്തു വരിക. അതുപോലെ മാസത്തിൽ ഒരു പ്രാവശ്യം വ്യാഴാഴ്ച ദിവസം ത്രികാല പൂജ അല്ലെങ്കിൽ ഒരു ദിവസത്തെ പൂജ മഹാവിഷ്ണുവിന് സമർപ്പിക്കുക. അതല്ലെങ്കിൽ 15-ാം പക്കം കൂടുമ്പോൾ എങ്കിലും മഹാവിഷ്ണുവിന് മഞ്ഞപ്പട്ട്, തുളസിമാല, പാൽപ്പായസം എന്നിവ വഴിപാട് കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ദോഷാധിക്യം കുറഞ്ഞു കിട്ടും. പറ്റാവുന്ന സമയത്തെല്ലാം വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്ത് ശാസ്താവിൻ്റെ ഭജനം നമിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ഈ മാസം വളരെ ഗുണകരമായിട്ട് പോകാൻ ഈ മേടക്കൂറുകാർക്ക് പറ്റും എന്നാണ്. ഇവർക്ക് പൊതുവെ പറയുകയാണെങ്കിൽ ചാരവശാൽ തന്നെ ഗ്രഹങ്ങളുടെ സ്വഭാവം കൊണ്ട് നോക്കുന്ന സമയത്ത് ഗുണകരമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും വരുമാന മാർഗങ്ങളും പുതിയ തൊഴിലിനെ പറ്റി അന്വേഷിക്കാനുള്ളതും പുതിയ തൊഴിലിന് വേണ്ടി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടുവാനുള്ള സാധ്യതകളും എല്ലാം കാണുന്നുണ്ട്. യാത്രകൾ കൊണ്ട് ഉപകാരം ചെയ്യുവാനുള്ള സാധ്യതകൾ കണ്ട് കുടുംബത്തിൽ ഐശ്വര്യം, അഭിവൃദ്ധി ഉണ്ടാവാനുള്ളതാറുണ്ട്. ചെയ്യുന്ന തൊഴിലിനനുസരിച്ചുള്ള വരുമാന മാർഗങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. പുത്ര സംബന്ധമായിട്ടുള്ള സംവിധാനങ്ങളും സന്താന സംബന്ധമായിട്ടുള്ള സംവിധാനങ്ങളും അതുപോലെ അവരെ കൊണ്ടുള്ള ഉപഹാരങ്ങളും എല്ലാം കിട്ടുമോ എന്ന് സംശയിക്കുന്നവർക്കെല്ലാം തീർച്ചയായിട്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാം. വ്യാഴത്തിൻ്റെ അഭാവം കുറച്ച് മങ്ങലായിട്ടുണ്ടെങ്കിലും അതിനൊന്നും കുഴപ്പമില്ല, അതുപോലെ കിട്ടും എന്നാണ് പറയുന്നത്. കേതു, അതായത് 5-ാം ഭാവത്തിൽ പുത്രസ്ഥാനത്ത് നിൽക്കുന്നത് കേതു ആയ കാരണം ഗണപതിക്ക് കറുകമാല അല്ലെങ്കിൽ നാളികേര പൂജ ഇത് ഏതെങ്കിലും ഒന്ന് നിൽക്കുകയാണെങ്കിൽ സന്താന സംബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസം, സന്താനങ്ങളുടെ ഗുണങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി വല്ല മുടക്കങ്ങൾ വരികയാണെങ്കിൽ ഗണപതി പൂജയ്ക്ക് അവരുടെ പേർക്കല്ല നിങ്ങളുടെ പേർക്ക് ഗണപതി പൂജയ്ക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഗണപതി ഹോമം, നാളികേര പൂജ, കറുകമാല എന്നിവ. നാളികേര പൂജ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കറുകമാല, അല്ലെങ്കിൽ നാളികേര പൂജയും കറുകമാലയും സമർപ്പിക്കുക, അല്ലെങ്കിൽ അതുപോലെ ഗണപതി ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ ആ ദോഷത്തിന് സന്താന ദോഷം വരും. പിന്നെ അനാരോഗ്യ പ്രശ്നങ്ങൾ അധികം വരുവാനുള്ള സാധ്യത കുറവാണ്. ആരോഗ്യ സംതൃപ്തമായിരിക്കും, സഹായഹസ്തങ്ങളുണ്ടാകും. സഹോദര ബന്ധം ദൃഢപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. കടബാധ്യതയിൽ നിന്ന് കുറച്ചെല്ലാം മോചനം നേടി വരുവാനും സമാധാനം കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടും പണിയെടുക്കുന്നവർ, ഭൂമി, മണ്ണ് എന്നാണ് പറയും. ഭൂമി സംബന്ധമായിട്ടും മണ്ണ് സംബന്ധമായിട്ടും കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടും ഭവന സംബന്ധമായിട്ടും പ്രവർത്തിക്കുന്നവർക്കും തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ ഗുണാധിക്യമുള്ളതാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻ ലാഭങ്ങൾ പ്രതീക്ഷിക്കുകയും കച്ചവടം നല്ലപോലെ നടക്കുവാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ കർമ്മ മേഖല, ദൂരദേശത്തെല്ലാം പോയി തൊഴിൽ ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാകും. അത് ചിലപ്പോൾ വിദേശത്താണെങ്കിൽ വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ ദൂര സ്ഥലത്തായിരിക്കും. ഇന്ത്യൻ്റെയോ കേരളത്തിൻ്റെയോ അങ്ങനെയുള്ള നമ്മളിരിക്കുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് ദൂര സ്ഥലത്തേക്ക് പോയി ജോലി ചെയ്യേണ്ട അവസരങ്ങൾ കൂടുതലായിട്ടുണ്ടാകും. അല്ലെങ്കിൽ അവിടെ പോയി ചെയ്തു വരുന്ന തൊഴിലായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് സർവീസിലുള്ള ജീവനക്കാർക്കെല്ലാം തൊഴിലിൻ്റെ അതുപോലെ തന്നെ ഒരേ ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. യാതൊരു മാറ്റങ്ങളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സ്ഥലമാറ്റം ചിലപ്പോൾ വരുവാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. സ്ഥാനഭ്രംശം വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വില്ലേജ്, പഞ്ചായത്ത്, കളക്ടറേറ്റ്, നിയമസഭ, അതുപോലെ സെക്രട്ടേറിയറ്റ് എന്നീ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. സംഗീതജ്ഞന്മാർക്കും മറ്റുള്ളവർക്കും ഗുണകരമായിട്ടുള്ള സമയമാണ് കാണുന്നത്. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണമേന്മയാണ് കാണുന്നത്. അതുപോലെ രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ചൊരു അലസത ഈ സമയത്തുണ്ടാവും എന്നാണ് പറയുന്നത്. എന്നാലും ഈ മാസത്തിൻ്റെ പകുതി കഴിയുമ്പോഴേക്കും അതെല്ലാം മാറി വരുവാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോബുകളിൽ കഴിയുന്നവർക്ക് സ്ഥലമാറ്റം പറഞ്ഞില്ല. സ്ഥലമാറ്റം കിട്ടുകയാണെങ്കിൽ അപ്രതീക്ഷിതപരമായിട്ട് സ്ഥലമാറ്റം വരെ കിട്ടും. അത് കാരണം മുൻകൂട്ടി പറഞ്ഞു വെക്കണം. എനിക്ക് സ്ഥലമാറ്റം വരികയാണെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് വേണം എന്നുള്ളത് പറഞ്ഞു വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകും. സന്താന യോഗത്തിന് വേണ്ടി കുറച്ച് കാത്തിരിക്കുന്നവർക്കെല്ലാം കുറച്ചൊരു സമയം നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ലപോലെ ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ അവരെ നല്ലപോലെ
കോച്ചിങ് കൊടുക്കണം എന്ന് പറയുന്നത് അധ്യാപകരും മാതാപിതാക്കളും വിദ്യാർത്ഥികളും നല്ലപോലെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് ഭവന നിർമ്മാണം വല്ലതും നടക്കണമെങ്കിൽ പാഴ്ചെലവ് വരാതെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ഹെൽപ്പിനൊന്നും ചിലപ്പോൾ സഹായം ചോദിച്ചിട്ടൊന്നും സഹായിച്ചു എന്ന് വരില്ല. അത് കാരണം നമ്മളുടെ സമ്പത്തിനനുസരിച്ചിട്ടുള്ള ഭവന നിർമ്മാണത്തിന് മോഡ് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. ഇപ്പോൾ ഭവന നിർമ്മാണം തുടങ്ങുകയാണെങ്കിൽ ബഡ്ജറ്റ് നോക്കിയിട്ട് കയറ്റിയാൽ മതി. പണം ഇനി വരും എന്ന് ചിന്തിച്ചു കയറ്റാൻ നിൽക്കേണ്ട. സഹായിക്കാമെന്ന് പറഞ്ഞവരൊക്കെ ചിലപ്പോൾ കൈവിടുവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വലിയൊരു കുഴപ്പമില്ല എന്ന് പറയുന്നത്. രാഷ്ട്രീയക്കാർക്കെല്ലാം പൊതുവെ അത്രയ്ക്ക് ഒരു സുഖമില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി. അതുപോലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വലിയൊരു കുഴപ്പമില്ലാത്ത സമയമാണ്. അതെല്ലാം ഒരേപോലെ നേർവഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും, യാതൊരുവിധ മാറ്റമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന പറയുന്നത്. അതുപോലെ മെഡിക്കൽ സ്റ്റുഡൻസ്, മെഡിക്കൽ അലോപ്പതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, ടൂ വീലർ തൊട്ട് വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വസ്ത്രാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണകരമാണ്. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്രയ്ക്കൊരു ഗുണകരമല്ല, അത്രയും ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. അത് വളരെ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞു പറഞ്ഞാൽ അതിനെയും ഗുണം വരുത്തുവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ വ്യാഴത്തിനും ശനിക്കും വഴിപാടെല്ലാം ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ ദോഷം നിവർത്തി വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആഗസ്റ്റ് മാസത്തിൽ ഇവർക്ക് ഗുണദോഷത്തിൽ ഗുണാധികം തന്നെയാണ് കൂടുതലായിട്ടും കാണുന്നത്. നമസ്കാരം.